എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഴക്കൂമ്പ് തോരനാണ് ഇന്ന് വെക്കുന്നത്. ചില കൂമ്പ് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കയ്പ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം തോരനാക്കുക. അപ്പോൾ ആ കയ്പ്പ് ഒഴിവാവും. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കൂമ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അരിയുന്നൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. വാഴക്കൂമ്പ് തോരൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്കായി ഒരു ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 പച്ചമുളകും കൂടെ കീറി വെച്ചിട്ടുണ്ട്. 2-3 അല്ലി കറിവേപ്പിലയും. തോരനാക്കാൻ ആവശ്യത്തിന് ഗ്യാസിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അടിക്കണേ. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഉള്ളി കുറച്ച് വേകുമ്പോഴേക്കും വാഴക്കൂമ്പിൻ്റെ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഉള്ളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം കൂട്ടുന്നില്ല. വെള്ളം കൂട്ടാതെ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വേവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം പൊത്തി വെക്കാം വേവാൻ. ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ആവും ഈ തോരൻ. തോരൻ റെഡിയായി. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വിഭവമാണ് വാഴയ്ക്ക കൂമ്പ് തോരൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.